നാട്ടിലെ കാട്ടിലെ വേടനേക്കാൾ അപകടകാരി. ഞാൻ ഈ റോക്ക് മ്യൂസിക്കിനൊക്കെ എതിരാണ്. ഞാൻ അധികം കേട്ടിട്ടില്ലാത്ത പേരാണ് വേടൻ. ഞാൻ ഇന്നലെ അവർ കൊല്ലത്ത് നടത്തിയ ആ ഷോ ലൈവായിട്ട് ഞാൻ കാണാൻ സാധിച്ചു. എനിക്ക് അഭിമാനം തോന്നി. മകനെ, നിനക്ക് എല്ലാവിധ ആശംസകൾ. നിൻ്റെ ജീവിതാനുഭവങ്ങൾ, ഞാൻ 1800 സ്കൂളുകളിൽ മോട്ടിവേഷൻ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പിള്ളേരോട് പറയും, എന്തിനാ ജീവിക്കുന്നത്? ജീവിതത്തിന് ഒരു 5 സ്റ്റെപ്പുകളുണ്ട്. ഒന്ന്, നമുക്കൊരു അനുഭവം ഉണ്ടാകണം. അനുഭവം നമ്മുടേതാകാം, മറ്റുള്ളവരുടേതാകാം. അപ്പം നിൻ്റെ ജീവിതാനുഭവം നിന്നെ ആ അനുഭവത്തിൽ നിന്ന് ഒരു ഡിസിഷനിലേക്ക്, ദർശനത്തിലോട്ട് കൊണ്ടുവരും. ഓക്കെ. രണ്ടാമത്തെ സ്റ്റെപ്പ് വിഷൻ, ദർശനം. ഈ ദർശനം നിങ്ങളെ എന്തെങ്കിലും ആകാനായിട്ടൊരു തീരുമാനത്തിലോട്ട് എത്തിക്കും. ഡിസിഷൻ. ഈ തീരുമാനം നിങ്ങൾ ഫോർമേഷനിലൂടെ, പഠിപ്പിലൂടെ നിങ്ങളത് പൂർത്തിയാക്കുമ്പം നിങ്ങളത് പൂർത്തീകരിക്കുന്നത് മിഷൻ, നിങ്ങളുടെ വെല്ലുവിളിയായിട്ട് നിങ്ങളെടുക്കുക. അത് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ, സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമാണെന്നും പറഞ്ഞ് ഞാൻ ഇത് ചെയ്യുന്നു. ഓക്കെ. ഞാൻ അപ്പം ഈ കിട്ടിയിട്ടുള്ള അനുഭവത്തിൽ നിന്നെല്ലാം ഈ വേടൻ്റെ വാക്കുകളും പാട്ടുകളും അതിലൊക്കെ വലിയൊരു ഫയർ ഞാൻ ഒളിച്ചു വെക്കുന്നത് കാണുന്നുണ്ട്. അപ്പം എനിക്ക് ആദ്യമായിട്ട് തോന്നിയ ഒരു കാര്യം, ഞാൻ പള്ളിയിൽ അച്ഛനായിട്ട് ഞാൻ പട്ടം വാങ്ങിയപ്പോൾ 2000 നവംബർ 4 ഞാൻ കടുകുമണി കവിതകൾ എന്നും പറഞ്ഞ് കുഞ്ഞുണ്ണി മാഷിൻ്റെ സ്റ്റൈലിൽ കൊട്ട് കവിതകൾ. ഓക്കെ. അപ്പം അതെനിക്ക് പ്രകടിപ്പിക്കാനായിട്ട് വലിയൊരു കൂട്ടായിട്ട് ഞാൻ വേടനെ കാണുകയാണ്. അതിലൊരു കവിത എങ്ങനെയാണ്, ഉള്ളതുപോലെ പറയും എളിമ, ഉള്ളതില്ലാതാക്കി പറയും അളിമ, ഉള്ളത് പെരുപ്പിച്ച് പറയും പെരുമ, ഉള്ളത് അളിപ്പിച്ച് പറയും എരുമ. ഇപ്പം അത് നമുക്ക് മനസ്സിലാക്കാവുന്ന. പിന്നെ കേരളത്തെ കുറിച്ച് പറയുമ്പം മൊത്തത്തിൽ നോക്കിയാൽ മുത്തം കൊടുക്കും, ചിത്തത്തിൽ നോക്കിയാൽ കുത്തും കൊടുക്കും. മൊത്തത്തിൽ നോക്കിയാൽ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്, ചിത്തത്തിൽ നോക്കിയാൽ ചെറുത്താൻ്റെ നാട്. ഓക്കെ. അപ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹം തോന്നി. ഇപ്പം ഞാൻ പള്ളിയിൽ അച്ഛനായിട്ട് പട്ടം വാങ്ങിയപ്പം അതിലൊരു 30% കവിതകൾ പള്ളിക്കെതിരാണ്. ഞാൻ 2-ാം മാസം വികാരി അച്ഛനായി. 5-ാം മാസം എന്നെ നക്സലൈറ്റ് ഏരിയ രപ്പമ്പള്ളിയിൽ വികാരി ആയപ്പം എന്നെ അവിടെ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് സേവാ സമാജം. അത് നിർത്താൻ പറഞ്ഞ് അവർ മെക്കെട്ട് കയറിയപ്പം ഞാൻ 2005 പള്ളി വിട്ട് ഇപ്പം എൻ്റെ 20 വർഷം ഞാൻ പൂർത്തിയാകുമ്പോൾ അപ്പം എൻ്റെ ആ സ്വപ്നങ്ങൾ ഇപ്പം ഈ ഗഡ്ജൂർ ജില്ലയെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ നക്സലൈറ്റ് ഏരിയ ആണെങ്കിലും ഞാൻ 2005 പള്ളി വിട്ടെങ്കിൽ 2008 അവിടെ 10 ആദിവാസികളെ പോലീസുകാർ പ്രൊമോഷൻ കിട്ടാനായിട്ട് അവർ വെടിവെച്ച് കൊന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെതിരെ കേസിന് പോയി 4-5 പോലീസുകാർക്ക് സെമി സസ്പെൻഷനൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അന്ന് SP എന്നെ വെല്ലുവിളിച്ചത് നീ നക്സലൈറ്റാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു